അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ 2 അറസ്റ്റ് ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു, സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇടനിലക്കാരനടക്കമുള്ള 2 പേർ അറസ്റ്റിലായതോടെ കാര്യങ്ങൾ ബലപ്പെടുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇരകളിലധികവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ ഇന്ത്യയിലെ പ്രവർത്തനം ഹൈദരാബാദ് കേന്ദ്രമാക്കിയാണ് എന്ന വിവരവും പോലീസ് പുറത്തുവിടുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ വെച്ച്. ഇപ്പോൾ ഇടനിലക്കാരനും പിടിയിലായ പശ്ചാത്തലമുണ്ട്. ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയല്ലേ? പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? വലിയ രീതിയിൽ തന്നെ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിലിപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കുക, കോടതി നടപടികൾക്ക് വേണ്ടി ഹാജരാക്കുക. അതിനിടയിൽ ഇടനിലക്കാരനായ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നു. ഇരകളിൽ അധികവും സാധാരണക്കാരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളടക്കം, ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിലെത്തിച്ചാണ് ഈ അവയവങ്ങൾ നീക്കം ചെയ്യുന്നത് എന്ന വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളും ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി, തുടരാം. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമികമായ ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം NIA ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇയാൾ വിദേശത്തേക്ക് പലതവണ യാത്ര ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇയാൾ ആരെയൊക്കെയാണ് കണ്ടിരുന്നത്, ഇവരുമായൊരു ബന്ധപ്പെട്ട പ്രവർത്തനം എന്തായിരുന്നു, അതുമാത്രവുമല്ല ഈ ഏജൻസികളിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ പണം കൈപ്പറ്റിയിരുന്നു. 60 ലക്ഷത്തിലധികം രൂപയാണ് ഒരു അവയവദാതാവിന് വേണ്ടി ഇവർ സ്വീകരിക്കുന്ന പണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും അവർ സ്വീകരിക്കുകയാണ്. ഈ പണം സ്വീകരിച്ച പണം എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ പണമിടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ആരൊക്കെയായിരുന്നു ഇയാളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം തുടരുകയാണ്. ഏതായാലും കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമികമായ ഒരു അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കസ്റ്റഡി അപേക്ഷയിലടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇന്ന് കസ്റ്റഡിയിലേക്ക് ഇയാളെ വേണമെന്ന് തന്നെയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിൽ അതിഥി തൊഴിലാളികളെ അടക്കം ഇയാൾ ഇരയാക്കി മാറ്റിയിരുന്നു എന്നതാണ്. ഇത് നിയമവിധേയമായാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന രീതിയിലേക്ക് ഇരകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനുശേഷമാണ് ഇവരെ വിദേശത്തേക്ക് കുവൈറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് പിന്നീട് ഇറാനിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. ഇറാനിലായിരുന്നു ഈ രീതിയിലുള്ള ഇടപാടുകൾ, ശസ്ത്രക്രിയ അടക്കം നടന്നിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാദിഖ് നിസാറിനെ ചോദ്യം ചെയ്തതിന് ഇയാളുടെ പാസ്പോർട്ട് മേൽവിലാസങ്ങൾ അടക്കം ലഭ്യമാകുമ്പോൾ ഇയാൾ കുറച്ചു കാലം മാത്രം വർഷങ്ങൾക്ക് മുൻപ് താമസിച്ചിരുന്ന തൃശ്ശൂരിലെ വാടക വീട്, അതിന്റെ ഒരു അഡ്രസ്സിലാണ് ഇയാൾ പാസ്പോർട്ട് കരസ്ഥമാക്കിയിരുന്നത്. അത് വർഷങ്ങൾക്ക് മുൻപ് താമസിച്ചിരുന്നതാണ്. അപ്പോൾ ആ മേൽവിലാസത്തിൽ എങ്ങനെയാണ് ഇയാൾക്ക് പാസ്പോർട്ട് കിട്ടിയത് എന്നതും ദുരൂഹത ഉണർത്തുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളടക്കം തുടരുകയാണ്. ഈ ഇടനിലക്കാരൻ ഇന്നലെ അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടനിലക്കാരനിലേക്ക് അന്വേഷണം എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ഈ മറ്റ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സംഘമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വേണ്ടേ കാണാൻ. മറ്റു സംസ്ഥാനങ്ങളിലും വേരുകളുള്ള സംഘമുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മറ്റ് ഇറാനിലേക്ക് കൊണ്ടുപോവുക, ഈ കാര്യങ്ങൾ സാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആശുപത്രികളുമായിട്ടുള്ള നെക്സസ് ഒക്കെ നേരത്തെ വാർത്തകളിൽ വന്നതാണ്. അങ്ങനെ വിപുലമായ തരത്തിൽ അന്വേഷിക്കേണ്ട ഒരു സംഗതിയായി ഇത് ഡെവലപ്പ് ചെയ്യുന്നില്ലേ ഡാനി? തീർച്ചയായും വളരെ വിപുലമായി തന്നെയാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടത്. കാരണം ഇത് ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു റാക്കറ്റ്. അത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പ്രവർത്തനമുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് കൂടുതൽ കാര്യങ്ങൾ നടത്തുന്നു. ഇതിൽ ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള നാസർ, ഇയാൾ കേരളത്തിലെ കാര്യങ്ങളുടെ ഒരു ഏകോപനം എന്ന രീതിയിലേക്ക് കൂടുതൽ ഇരകളെ കണ്ടെത്തുന്നതിന് കേരളത്തിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു. അതുമാത്രവുമല്ല, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരൊരു ഹബ്ബ് ഉണ്ടാക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ശൃംഖലയുടെ
തന്നെ ഭാഗമാകി മാറുകയും ചെയ്യുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് ഏതാണ്ട് 20ഓളം പേരെ ഇയാൾ മാത്രമായിട്ട് ഇവിടേക്ക് കടത്തിയിട്ടുണ്ട്. ഇത്തരം ഈ അവയവദാതാക്കൾ എന്ന രീതിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എത്രയധികം ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അത് ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്കായിരിക്കാം വരും ദിവസങ്ങളിൽ അത്തരം ഒരു അന്വേഷണം ചെന്നെത്തുക. എന്തായാലും അന്താരാഷ്ട്ര ബന്ധങ്ങൾ തന്നെയുള്ള ഒരു വൻകിട അവയവ മാഫിയയാണ് ഇവിടെ കേരളത്തിലും പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇതിൽ ഇടനിലക്കാരടക്കം ഇപ്പോൾ കുടുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അന്വേഷണം വന്നിരിക്കുന്നു. അതിൽ വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിലെ അന്വേഷണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കേന്ദ്ര ഏജൻസികൾ പ്രാഥമിക അന്വേഷണം അത് ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അവർ തുടരന്വേഷണത്തിലേക്ക് അടക്കം കടക്കും. ഇയാളുടെ പാസ്പോർട്ട് അടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളുടെ പൂർണ്ണമായ വിവരങ്ങളിലേക്കും കടന്നിരിക്കുന്നു. ഈ കിട്ടിയ പണം അത് ആർക്കൊക്കെ ഉപയോഗപ്പെടുത്തി അതെങ്ങനെയൊക്കെയാണ് വിനിമയം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും കൂടുതൽ പരിശോധനകളിലേക്ക് കേന്ദ്ര ഏജൻസികളടക്കം ഈ ഘട്ടത്തിൽ കടക്കുകയാണ്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.